ചെന്നൈയിലാണ് മിക്ക പ്ലേബാക്ക് സിംഗേഴ്സും താമസം അന്നൊക്കെ. ഉണ്ണിമേനൻ, പി ജയചന്ദ്രൻ അങ്കിള്, കൃഷ്ണേന്ദ്രൻ ചേട്ടൻ, മർക്കോസേട്ടൻ നാട്ടിലാണ്, മർക്കോസേട്ടൻ, ജോളി എബ്രഹാം ചേട്ടൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രോഗ്രാംസിന് എന്നെ വിളിക്കാറുണ്ട് ഇവിടെ നാട്ടിൽ വരുമ്പോൾ, സ്റ്റേജ് ഷോസിന്. അപ്പം അങ്ങനെ ഒരു ദിവസം, ഒരു ജനുവരി 1-ാം തീയതി, അതായത് 91 ജനുവരി 1-ാം തീയതി പാലക്കാട് ഒരു ഷോ. അത് CSCയുടെ ഓർക്കസ്ട്ര, ജെറി അമൽദേവ് സാറിൻ്റെ പാട്ടുകൾ. അപ്പം അതിന് പാടാനായിട്ട് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ വന്നു. അപ്പോൾ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ മിനീനെ ഇളയരാജയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇളയരാജ അതാ അത്ര പോലും അറിയില്ല. അങ്ങനെ ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇളയരാജ അതാരാണോ എന്ന് വിചാരിച്ചു. പക്ഷേ കൃഷ്ണേന്ദ്രൻ ചേട്ടൻ അപ്പച്ചൻ്റെ അടുത്ത്, എന്നോട് അത്രേ പറഞ്ഞുള്ളൂ, അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജയേട്ടൻ എത്ര ദിവസമായി നിങ്ങളെ വിളിക്കണമെന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. എങ്ങനെയെങ്കിലും അപ്പച്ചൻ എത്രയും പെട്ടെന്ന് മിനിനെയും കൊണ്ട് ചെന്നൈയിലെത്തണം എന്ന് ആദ്യത്തെ ദൂത് കൊണ്ടുവന്നത് കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ അപ്പച്ചി പറഞ്ഞു, അങ്ങനെ എല്ലാ ദിവസവും പ്രോഗ്രാംസും റെക്കോർഡിങ്സും അല്ലേ. അപ്പോൾ എൻ്റെ ചെറിയ രാജ്യത്തിൽ ഞാൻ അങ്ങനെ ബിസിയല്ലേ, അപ്പം അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകൽ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എന്തായാലും ജയേട്ടനെ വിളിക്കുമെന്ന് പറഞ്ഞു, നമ്പർ എഴുതി കൊടുത്തു. അങ്ങനെ അപ്പച്ചി പിറ്റേ ദിവസം ജയനങ്ങളിനെ വിളിച്ചു. ജയനങ്ങളിനെ വിളിച്ചപ്പോൾ അങ്കിള് ഭയങ്കര ദേഷ്യം, എത്ര ദിവസമായി ഞാൻ വിളിക്കണു എന്നൊക്കെ അപ്പച്ചെടുത്ത് പറഞ്ഞു. എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്കണം ചെന്നൈക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ CSCയിൽ പാടാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ. അപ്പോൾ ആരെയും കിട്ടാനില്ല. അപ്പോൾ അവസാനം അങ്ങനെയാണ് എൻ്റെ ചേച്ചി CSCയിലേക്ക് പാടാൻ വന്നത്. ജനുവരി 20-ാം തീയതി വരെ കണ്ടിന്യൂസ് പ്രോഗ്രാംസാണ്. അതിനുശേഷമാണ് ഞാൻ അത് ഈ ഓർക്കസ്ട്രയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാം നമ്മളെ ഏൽപ്പിക്കാൻ വരിക. അപ്പോൾ അവർ അന്ന് പാടിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെയാണ് മിക്ക പ്രോഗ്രാംസും ബുക്ക് ചെയ്യുക. അപ്പം ഞാനില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് നമ്മൾ ഏറ്റ പ്രോഗ്രാംസ് മുഴുവനും ഇവിടെ പാടി കഴിഞ്ഞിട്ടാണ് ചെന്നൈക്ക് പോയത്. അങ്ങനെയാണ് സിനിമയിൽ എത്തിയത്. ആദ്യമായിട്ട് രാജസാറിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുൻപ് ജെറിമാഷിൻ്റെ വീട്ടിലേക്കാണ്. മാഷിൻ്റെ പാട്ടുകൾ പാടാൻ ഞാൻ 2 പ്രാവശ്യം ചെന്നൈക്ക് പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ചുവന്ന അങ്കി, താണ്ഡവം എന്നുള്ള 2 സിനിമകൾ, പിന്നെ കുറേ ഭജൻസ്, ഡിവോഷണൽസ് ഒക്കെ പാടാൻ മാഷിൻ്റെ വർക്കിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ താമസിക്കുന്ന മാഷിൻ്റെ വീട്ടിലാണ്. അപ്പം അങ്ങനെ ഒരു പരിചയം മാഷിൻ്റെ വീടുമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ ചെന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും ജയനങ്ങൾ അവിടെ വന്നു. അങ്ങനെ ജയനങ്ങൾ വന്ന് രാജസാറിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാം. ഞാൻ റൂമിലിരിക്കുകയാണ്. അങ്കിളും അപ്പച്ചനും ജെറിമാഷും കൂടി സംസാരിച്ചു കഴിഞ്ഞ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചു. മോളെ ഏത് പാട്ടാണ് പാടാൻ പോണത്? സാറ് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാടും എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞിങ്ങനെ. അപ്പം ജയനങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ വലംപിരിശെങ്കിൽ പാടി കേട്ടിട്ടില്ല, മാഷും കേട്ടിട്ടില്ല, ജെറിമാഷും. അപ്പോൾ അതൊന്ന് പാടാൻ പറഞ്ഞു. ഞാനത് പാടി കഴിഞ്ഞപ്പോൾ 2 പേരും ഇരിക്കുകയാണ്. ഇത് ആദ്യം ഇത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ജയനങ്ങൾ എൻ്റെ പാട്ട് കേട്ടത് ഷൺമുഖപ്രിയരാകുമോ എന്നുള്ളൊരു പാട്ട്, നമ്മുടെ അരുന്ധതി ചേച്ചി പാടിയ പാട്ട്. ഞാൻ സ്റ്റേജിൽ പാടുന്നത് ഏതൊരു വീഡിയോ കാസറ്റ്, ഞാൻ പണ്ട് ഗൾഫിൽ പോയ ഒരു കാസറ്റ് അങ്കിള് കണ്ടിട്ടുണ്ട്. അത് ഓർത്തിട്ടാണ് അങ്കിള് പറഞ്ഞത് ആ പാട്ടൊന്ന് പാടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് പാടി. ആ പാടി കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, 2ാമത് പാട്ട് പാടാൻ പറഞ്ഞാൽ ഇത് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ആ മതിൽക്കെട്ടിന് പുറത്ത്
റോഡ് സൈഡിൽ കുറേ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് ഇത് കണ്ട ഈ ആൾക്കാരെയൊക്കെ കണ്ട്, ഇതൊക്കെ ഇളയരാജ അതിലെ പോകുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കണതാണ്. അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. തോന്നാത്തതിൻ്റെ കാരണം നമുക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല, അതാണ്. പിന്നെ പോണ വഴിക്കൊക്കെ രാജാ സാറിൻ്റെ വലിയ വലിയ കട്ടൗട്ടൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്, വലിയ സൈസിൽ. അത് നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു സൈസൊന്നുമല്ല. നമ്മൾ ശരിക്കും ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നോക്കിയാൽ പറ്റില്ല, ഇങ്ങനെ നോക്കണം. അത്രയും വലിയ സൈസിലാണ് അതൊക്കെ വെച്ചേക്കണം റോഡിൻ്റെ സൈഡിലൊക്കെ. അപ്പം അങ്ങനെ അവിടെ ചെന്നു. നേരെ രാജാ സാറിൻ്റെ കമ്പോസിങ് റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ ചെന്നു സാറ്, വാലി സാറ്, ഗംഗാമരൻ സാറ്, രാജാ സാറ്, പിന്നെ അപ്പച്ചൻ, ഞങ്ങളൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ഒരു കീർത്തനം പാട്. അപ്പം എനിക്ക് കീർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്കിള് എന്തൊക്കെയോ പറയണ്ടേ, എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞു തെരിഞ്ച പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ മലമ്പരിച്ചെങ്കിൽ പാടി കഴിഞ്ഞപ്പോൾ മുഴുവനും കേട്ടിരുന്നു. ഇത് നീ എത്ര പ്രാവശ്യം കേട്ടാണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് പഠിച്ച കഥ പറഞ്ഞാൽ അത് വേറെ കഥ പറയേണ്ടി വരും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, വയറിംഗ് ഒക്കെ കഴിഞ്ഞ് കണക്ഷൻ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ മേലെയുള്ള 2-3 വീടുകൾക്ക് അപ്പുറമുള്ള ഒരു വീട്ടിൽ വരെയുള്ളൂ കറണ്ട്. അവിടെ ഇരുന്ന് അവിടുത്തെ ചേട്ടന്മാർ പാട്ട് ഉറക്കം വയ്ക്കും, ഞാനിവിടെ ഇരുന്ന് പഠിക്കും. ഞാൻ മുറ്റത്തിരുന്നാൽ ശരിക്കും കേൾക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ് ഞാൻ ആ പാട്ട്. അതൊന്നും സാറിനോട് പറഞ്ഞില്ല, ഞാൻ 3-4 പ്രാവശ്യം കേട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു പാട്ട് പാടുന്നു. അങ്ങനെ ഷൺമുഖപ്രിയരാകും ഫുള്ള് പാടി. 2 പാട്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി നാട്ടിക്ക് പോക വേണ്ട. അയ്യോ, ഭയങ്കര വിഷമായി. എന്നുവെച്ചാൽ നാട്ടിലിങ്ങനെ ഡയറിയിൽ ഡേറ്റ് അടക്കം എഴുതിയിട്ടൊക്കെ അല്ലേ, ഇത്രയും പ്രോഗ്രാംസ് ഇല്ലേ. അപ്പം അപ്പച്ചിയുടെ അടുത്ത് ഞാൻ അപ്പച്ചി, അപ്പോൾ സാറിനോട് അപ്പച്ചൻ പറഞ്ഞു സാറ് പറയണ പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ തുടക്കം. അറിയാം, എന്നോട് മനഃപൂർവ്വം പറയാത്തതായിരിക്കും, ഞാൻ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതൊന്നും എന്നോട് ഇതുവരെ മരണം വരെ അതൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അന്ന് തന്നെ ചെന്ന് വോയിസ് ടെസ്റ്റ് കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങളെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കൺസോൾ റൂം ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വോയിസ് റൂം. അപ്പോൾ അവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴേ ആശാ ഭോസ്ലി നിന്ന് പാടണം. അപ്പോഴാണ് ഞാൻ എവിടെയും കണ്ടാണ് എത്തിയേക്കണേ. അപ്പോഴാണ് എനിക്ക് ശരിക്കും അത്, നമ്മൾ നോർമലല്ലാത്ത ഒരു സ്ഥലത്ത്, സാധാരണ ഞാൻ കാണപ്പെടാത്ത ഒരു സ്ഥലത്താണ് എത്തിയേക്കണേ എന്നുള്ളത് ആ നിമിഷമാണ് എനിക്ക് തോന്നിയത്. ആശാജിനെയൊക്കെ ഞാൻ ജീവനോടെ കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാണാൻ. എന്ന് വെച്ചാൽ അത്രയും കൊതിയാണ് എനിക്ക് ആശാജിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ.